and welcome. Today we have very special session lined up for you. നമ്മളുടെ മുമ്പിൽ ഇന്ന് ഓട്ടംതുള്ളൽ മൂവിയുടെ ഡയറക്ടറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ആയിട്ട് ഉള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പം അതിന്റെ മാൻ ബിഹൈൻഡ് ദ മൂവി ജി മാർത്താണ്ഡൻ സർ വൺ ഓഫ് ദി ഫേമസ് ഡയറക്ടർ ആണ്. സാറിനെ നമുക്ക് പരിചയപ്പെടാം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ ഹിരൺ സർ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ് എലമെന്റ്സ് ഓഫ് സിനിമ എന്ന് പഠിച്ചിറങ്ങിയ 3 അസിസ്റ്റന്റ് ഡയറക്ടർ ലെവലിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്റ്റുഡൻസ് എന്ന് ഇപ്പൊ പറയാൻ പറ്റത്തില്ല, ഒബ്വിയസ്ലി അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണ്. കാർത്തിക്, അരുൺ, അതുപോലെ തന്നെ അർജുൻ. ഓൾ ഓഫ് ദീസ് പീപ്പിൾ വെൽക്കം ടു ദ ഷോ. സർ, മഹാറാണിക്ക് ശേഷം വീണ്ടും ഒരു കോമഡി, ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് ആയിട്ടാണ് സർ ഓട്ടംതുള്ളലിലൂടെ വരുന്നത്. സർ, അതിനെ പറ്റി ഒരു 2 വാക്ക്. ഓട്ടംതുള്ളൽ എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു സിനിമയാണ്. കാരണം ഞാൻ ചെയ്യാനിരുന്നൊരു വേറൊരു സിനിമയായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള ഇപ്പോൾ ബിനു ശശിറ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരുമായിട്ടുണ്ട്, ബിനു തൃക്കാക്കര എന്ന് പറഞ്ഞു. അദ്ദേഹം നേരത്തെ ഒരുപാട് പടങ്ങളൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അഴകൻ എന്ന് പറഞ്ഞ പടത്തിൽ. വളരെ മനോഹരമായ സിനിമയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ അടുത്ത് എൻ്റെ ഒരു കഥ കേൾക്കുമെന്ന് വെച്ചിട്ട് എന്നെ പെട്ടെന്ന് വിളിക്കുകയും ഞാൻ വരാൻ പറയുകയും അത് സ്ക്രിപ്റ്റ് ഒറ്റ ഇരിപ്പിൽ ഞാൻ പിന്നെ വായിച്ചോളാം എന്ന് പറഞ്ഞിട്ടില്ല, സാർ ഞാനൊന്ന് വായിച്ച് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത്ര സാധാരണ സ്ക്രിപ്റ്റിൽ നിന്ന് വായിക്കാറേ ഉള്ളൂ. എന്നാൽ ശരി ഇന്ന് വായിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്ര നന്നായിരിക്കും എന്നുള്ള രീതിയിലല്ല ഞാൻ കേൾക്കാനിരുന്നത്. പക്ഷെ ആ ഒറ്റ ഇരിപ്പ് ആ വായന കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് ചിരിച്ചു, ഒരുപാട് ചിന്തിച്ചു, ഒരുപാട് രസമുള്ള ഒരു അതായത് എനിക്ക് പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നിയൊരു സിനിമയായിട്ട് എനിക്കത് മാറി. പെട്ടെന്ന് ഞാൻ വായിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനം എടുക്കുമായിരുന്നു ഈ സിനിമ ചെയ്യാനായിട്ട്. കേട്ടതിൻ്റെ 2ാം മാസത്തിൽ ഞാൻ ആ സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങി. കാരണം അത്രത്തോളം എന്നെ അതിനെ അട്രാക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട്. അത് കാരണം ഒരു നായക സങ്കല്പത്തിനപ്പുറത്ത് ഒരു കൂട്ടായ കുറേ ആൾക്കാർ ഉള്ള ഒരു സിനിമയാണ്. അപ്പം സ്ക്രിപ്റ്റാണ് അതിൻ്റെ നായകൻ. അടുത്ത ക്വസ്റ്റ്യൻ ഹിരൺ സാറിന്റെ അടുത്താണ്. ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന നിലയിൽ സാറിന് എന്താണ് ഓട്ടംതുള്ളലിനെ പറ്റി പറയാനുള്ളത്? ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റ് തന്നെയായിരുന്നു പ്രാധാന്യമായിട്ടുള്ളത്. പിന്നെ പറഞ്ഞ സാറിനെ പോലെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ വന്നപ്പോൾ നമുക്ക് അതിനുള്ള വിശ്വാസം ഡബിളായി. സാറ് അങ്ങനെയാണ് ആ സിനിമ ഏറ്റെടുത്തത്. ശരി, അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും സ്പീഡിൽ കാര്യങ്ങൾ നടന്നു. എല്ലാം നല്ല ഭംഗിയായിട്ട് തീർക്കാൻ പറ്റി. സാറ് ഈ പറഞ്ഞ പോലെ ഊണിലും ഉറക്കത്തിലും ഓട്ടംതുള്ളലിന്റെ പുറകെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചതിലും ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് സാറ് എടുത്തു വെച്ച് തന്നിട്ടുണ്ട് നമ്മൾ കണ്ടിട്ട്. എല്ലാം കൊണ്ടൊരു നല്ലൊരു ഫൺ മൂവി ആയിരിക്കും. സർ, ഒരു പുതിയൊരു അസിസ്റ്റന്റ് ഡയറക്ടറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സർ എന്തുകൊണ്ടാണ് എലമെന്റ്സ് ഓഫ് സിനിമയെന്ന് ലൈക്ക് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്? അല്ല, എലമെന്റ്സ് ഓഫ് സിനിമ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം നമ്മൾ തുടങ്ങാൻ തന്നെ കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ച്, ഞങ്ങൾ ശ്രീരാജ്, ഞാനും അജയൊക്കെ കോമൺ ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ അസിസ്റ്റന്റ് ആകാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആ ചിന്തയിൽ നിന്നാണ് ശ്രീരാജിനോട് ഞങ്ങൾ ചോദിക്കുകയും ശ്രീരാജ് ആ ദൗത്യം ഏറ്റെടുത്തിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുകയും കഴിഞ്ഞ 6 വർഷമായിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് പോകുന്നുണ്ട്. മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എലമെന്റ്സ് ഓഫ് സിനിമയിൽ നമ്മുടെ ക്യാപ്ഷൻ തന്നെ ഡയർ ടു ഡ്രീം എന്നാണ് ഒരു തീരുമാനം. അങ്ങനെയാണ് നമ്മൾ എത്തിയത്. അങ്ങനെ എൻ്റെ കഴിഞ്ഞ പടത്തിൽ ഞാൻ നിർത്തിയിരുന്നു. അപ്പോൾ ഈ പടത്തിലും മിടുക്കന്മാരായിട്ടുള്ള 3 പേര് അസിസ്റ്റന്റ് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലും ക്യാമറ ഡിപ്പാർട്ട്മെന്റിലും ഒരു പയ്യനെ നിർത്തി. ഇന്ന് ആ പയ്യൻ വന്നിട്ടില്ല. അവന് ഷൂട്ടിനിടയ്ക്ക് അവൻ്റെ കാലിന് എന്തോ ചെറിയൊരു ആക്സിഡന്റ് പറ്റിയ കാരണം അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ ഈ 2-3 പേർക്ക് വേഷവും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നേരത്തെ പഠിച്ചിറങ്ങിയ 2-3 പേർക്ക് അതിനകത്ത് വേഷവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിവുള്ളവർക്കൊക്കെ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു സ്ഥാപനത്തിൽ അങ്ങനെ ചെയ്യുന്നില്ല, വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ അത് നമ്മളുടെ എലമെന്റ്സ് ഓഫ് സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഞാൻ അതിനകത്ത് ഭാഗമായതുകൊണ്ട് മാത്രമല്ല, അപ്പോൾ ഇവിടുന്ന് ചേരുന്നവർ, അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചു അതിനെക്കുറിച്ച് അലഞ്ഞിരിഞ്ഞ് മറ്റുള്ളവരോട് സംശയം ചോദിച്ച് വെറുതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. അപ്പോൾ അങ്ങനെയുള്ളതിൽ നിന്ന് മിടുക്കന്മാരുടെ പിള്ളേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് ഈ 3 പേര് നല്ല നീറ്റായിട്ട് എൻ്റെ പടത്തിൽ ഇപ്പോൾ പടത്തിൽ അവർ വർക്ക് ചെയ്തു. അവരുടെ അനുഭവങ്ങൾ ഇനി അവരോടാണ് ചോദിക്കുന്നത്. കാരണം അവർക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടിയത് മനസ്സിലാക്കിയെന്നുള്ളതാണ്. അവർ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ അവർക്ക് കൂടെ നിൽക്കാൻ മറ്റങ്ങനെ ഒരുപാട് പേരോട് ചോദിച്ച് വെറുതെ സമയങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ അവർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എത്തുക എന്ന് പറയുന്നത് അതിലെ ഏറ്റവും വലിയ കാര്യം. കാരണം ഇപ്പോൾ തിയറി മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതും ആണ്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ ഇനിയുള്ള പടങ്ങളിലും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരുൺ, അപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ സിനിമ ജേണിയിൽ എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? മുമ്പ് നമ്മൾ ഒരുപാട് സിനിമകൾ കാണുക, ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ പോയി കാണുക, ഇതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും നമ്മൾ സിനിമ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് മനസ്സിലായി ഇത് പഠിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രാക്ടിക്കൽ വശം
എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ വന്നതാണ് എലമെന്റ്സ് ഓഫ് സിനിമ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. അതൊരുപാട് ഹെൽപ്ഫുള്ളായി. ഇപ്പം തന്നെ നമുക്ക് പ്ലേസ്മെൻറ്റും കിട്ടി. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഒരു സിനിമയിലേക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി. അത് ഞങ്ങൾ ഒരുപാട് സഹായിച്ചു. പിന്നെ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള വെച്ചാൽ പഠിച്ചിറങ്ങിയ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പഠിച്ച് ഇവർ മിടുക്കന്മാരാണ് നമുക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. ഇവർ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ഓരോ സീൻ എടുക്കുമ്പോൾ അത് അങ്ങനെ എടുത്താൽ നല്ലതായില്ല എന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. സാധാരണ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അങ്ങനെ ചോദിക്കാൻ മടിക്കും. അപ്പോൾ അതൊരു ബാലപാഠങ്ങൾ അവർ പഠിച്ചുകൊണ്ടാണ് അവരുടെ മനസ്സിൽ ഐഡിയ തോന്നിയതും സാർ അവിടെ സ്ലോ മോഷൻ വന്ന് നല്ലതല്ലേ എന്നൊക്കെ മാരൊക്കെ വന്ന് ചോദിക്കായിരുന്നു എൻ്റെ അടുത്ത്. ഞാനത് കേട്ടോണ്ടിരിക്കുന്നത്. കാരണം കൊള്ളാമല്ലോ, അങ്ങനെ വേണം നമ്മൾ അവരുടെ ഐഡിയ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാന്ന് പറയുന്നത് പേടിച്ച് മാറി നിൽക്കല്ലോ. ആ ഭയം ഇല്ലാതാക്കാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ. കാരണം അത് സാധാരണ പുതിയതായിട്ട് വരുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാനൊക്കെ ഭയമായിരിക്കും, അവർ മാറിയൊക്കെ. ഇതങ്ങനല്ല, അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കാരണം അവരൊരു തിയറി കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കത് നല്ല അനുഭവമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അമ്മ കൊള്ളാം, ആരെങ്കിലും ചോദിക്കുന്നുണ്ടല്ലോ, നമുക്കും അങ്ങനെയുള്ളവരെ ഇഷ്ടം. ഇവരുടെ അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അല്ലാണ്ട് വർക്ക് ചെയ്തുണ്ടാവുന്ന അസിസ്റ്റൻസ്, ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? അതാണ് ഞാനിപ്പോ പറഞ്ഞത്. കാരണം ഇവർക്കിനി പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവരധികം വൈകാതെ തന്നെ ഇവരുടെ സ്വപ്നത്തിലേക്ക് ഇവരെത്തും, യാഥാർത്ഥ്യമാകും. അതെനിക്ക് ഉറപ്പായി. അതല്ലേ ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരൊന്ന് ചോദിക്കുന്നു. ആ ചോദിക്കുന്നത് പറഞ്ഞാൽ ഇവിടുന്ന് പഠിച്ചതിന്റെ ഇമ്പാക്റ്റ് ആണ്. അല്ലാതെ വന്ന് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് ചോദിക്കാൻ തോന്നില്ല. അവർ കുറച്ച് ഭയത്തോടെ മാറിയൊക്കെ നിൽക്കും. അവർ പഠിച്ചെടുത്ത് വരണമെങ്കിൽ ചിലപ്പോൾ സമയമെടുക്കും. പക്ഷെ ഇതങ്ങനല്ല, ഇവർ കുറേ കാര്യങ്ങൾ ഇവിടുന്ന് ബേസിക്കായിട്ട് കുറേ കാര്യങ്ങൾ ഇവിടുന്ന് പഠിച്ചു. എനിക്ക് തോന്നി ഇനി അവരധികം വൈകാതെ 1-2 വർഷത്തിന് അവരൊക്കെ സംവിധായകരായിട്ട് മാറും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അർജുൻ, അടുത്തതായി അർജുനിലേക്കാണ്. അർജുൻ, പെട്ടെന്ന് ഒരു ദിവസം കോൾ വരുന്നു, മാർത്താണ്ഡൻ സാറിന്റെ മൂവിയിൽ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അസിസ്റ്റന്റ് ലെവലിൽ വർക്ക് ചെയ്യാൻ, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് കോൾ വരുന്നു. എന്തായിരുന്നു അപ്പോഴുണ്ടായിരുന്ന ഒരു ഫീൽ? എന്തായിരുന്നു? ലൈക്ക് സർപ്രൈസ്ഡ് ആയോ? എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്, ഒന്ന് ഷെയർ ചെയ്യാമോ? ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ ഫിലിം പരിപാടി ചെയ്യാൻ ആദ്യം മൈൻഡ് എടുക്കുമ്പോൾ തന്നെ എങ്ങനെ ഇതിന്റെ ലൈക്ക് ഫ്യൂച്ചറിലേക്ക് എങ്ങനെ പോകും, ഇതിപ്പോൾ നമുക്ക് ആപ്റ്റബിൾ ആണോ, ഇങ്ങനൊരു കൺഫ്യൂഷൻ തന്നെയാണ് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോൾ എനിക്ക് തുടക്കത്തിലുണ്ട്. ഫസ്റ്റ് ഡേ ഓഫ് ഈ ക്ലാസ്സിൽ വരുന്നത് മുതൽ ഈ നമ്മുടെ ഷൂട്ടിന്റെ ലാസ്റ്റ് ഡേ വരെ എനിക്ക് എല്ലാത്തിനും എന്താ പറയുക സഡൻ ആയിട്ടുള്ള അപ്രിസിയേഷൻ ആണ്. നമ്മൾ നല്ല ചെയ്യുകയാണെങ്കിലും മോശം ചെയ്യുകയാണെങ്കിലും അപ്പം തന്നെ നമുക്ക് കറക്ഷൻ കിട്ടും. അതങ്ങനെയല്ല, ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവുമായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാവും. കാരണം എക്സ്പീരിയൻസ് ഡിഫറൻസ് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിനൊരു ഗ്രാഫ് ചേഞ്ച് ചെയ്യുന്നത് പറ്റി മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ഒരു പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം ടെൻഷൻ ഉണ്ട്, ഞാനിതിന് പ്രിപ്പയർഡ് ആണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനാണ്. ബട്ട് ഷൂട്ടിൽ ജോയിൻ ചെയ്തപ്പോൾ അങ്ങനെ ഒരു തോട്ടേ വന്നിട്ടില്ല. കാരണം അത്രയും കംഫർട്ടിങ് ആയിരുന്നു. ഇപ്പോൾ സാറാണെങ്കിലും ലൊക്കേഷൻ ആൾക്കാരാണെങ്കിലും ഭയങ്കര കംഫർട്ടിങ് ആയിരുന്നു. ഒരു ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് കയറി പോകുന്ന അങ്ങനത്തെ ഒരു മൂഡേ ആയിരുന്നു. എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു അക്സെപ്റ്റൻസ് ആണ്. മൊത്തം ആൾക്കാരൊന്നും തെറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി ചെയ്യുമ്പോഴാണെങ്കിലും വന്ന് പറഞ്ഞു തന്ന് ക്ലിയർ ചെയ്യുന്നു. സർ, ആദ്യമായിട്ടായിരിക്കും ഈ സ്റ്റുഡൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിന്റെ കൂടെ അവരെ അസിസ്റ്റന്റ് ലെവലിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ചെയ്യുന്നത്. സാറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സാർ അത് ഷോക്കായിരുന്നു, ഇങ്ങനെ പഠിച്ചിറങ്ങിയ ഉടൻ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി സാറിനുണ്ടായിരുന്നു? ഇല്ല, അങ്ങനൊരു പേടിയൊന്നും ഇവരെ കുറിച്ചുണ്ടായില്ല. കാരണം ഇവര് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. സമയത്തിനൊക്കെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നല്ല ഫുൾ എനർജി ആയിരുന്നു ഇവർക്ക്. ആദ്യത്തെ സാധാരണ പുതിയതായിട്ട് വരുന്ന അസിസ്റ്റൻസ് ആദ്യത്തെ ഒരു 3 ദിവസമൊക്കെ ആവേശം കാണുള്ളൂ. അത് കഴിയുമ്പോൾ അതൊക്കെ ജോലി ഭാരം കൊണ്ടൊക്കെ ഇത്തിരി ഇതുണ്ടാവും. പക്ഷെ ഒരു തുടങ്ങുന്ന ദിവസം തൊട്ട് തീരുന്ന ദിവസം വരെ ആദ്യത്തെ ദിവസം എങ്ങനെയായിരുന്നു അതേപോലെയുള്ള ഫുൾ എനർജി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പിള്ളേർ തന്നെയായിരുന്നു. കാർത്തിക്, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്തപ്പം ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് നമുക്കറിയാം, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് പടത്തില് മെയിൻ ചീഫ് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് നമ്മൾ ആരാധിക്കുന്ന പടത്തില് ആരാധിക്കുന്ന ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം സാറിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ഒരു എക്സ്പെർട്ടൈസും നോളജും സാറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് എന്താ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പം ഞങ്ങൾ സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഗനൈസ് ആയിട്ട് എങ്ങനെ നമ്മളൊരു പടത്തിൽ വർക്ക് ചെയ്യാം, ഒരു ചാർട്ട് ചെയ്ത് കറക്റ്റ് ഞങ്ങളുടെ ടൈമിലുണ്ട്, എങ്ങനെ കറക്റ്റായിട്ട് ഒരു പടം നീറ്റായിട്ട് കറക്റ്റ് സിസ്റ്റമാറ്റിക് ഓർഡറിൽ എങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്ത് തീർക്കാം, പിന്നെ ആക്ടേഴ്സിനോടുള്ള പിന്നെ ബാക്കിയുള്ള എല്ലാ ടെക്നീഷ്യൻ ആൾക്കാരോടൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യേണ്ടത്, ഒരു പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് വേയിൽ എങ്ങനെ ഒരു
പടം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയ സാറിന്റെ അത്ര എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പം അത് നമുക്ക് സിനിമയിൽ വന്നുകൊണ്ട് തന്നെ മക്കൾ സാറിനെ പോലെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുക, അണ്ടറിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ആണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം. അപ്പം നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് സിനിമയിൽ വർക്ക് ചെയ്യുക. അപ്പം അച്ഛൻ്റെ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് ലേണിംഗ് ആൻഡ് അൺലേണിംഗ് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ തെറ്റായിരിക്കും, ചിലതൊക്കെ ശരിയായിരിക്കും. അപ്പം അതിന്റെ ഒരു കറക്ഷൻ മെത്തേഡൊക്കെ സാറിന്റെ രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്തു പോകാൻ പറ്റുന്നത്. അപ്പം അതൊക്കെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഭാവിയിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റട്ടെ. കാരണം നമ്മളിനി വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഡിപെൻഡ് ആയിട്ടും അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസിന് പഠിച്ച പല കാര്യങ്ങളും നമുക്ക് അവിടെയും യൂസ് ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിലുള്ള പഠിക്കുന്നത്. സർ, ഒരു ബഡ്ഡിംഗ് ആസ്പിരന്റ് അടുത്ത് സാറിന് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും സർ? അല്ല, സ്വാഭാവികമായിട്ട് ആദ്യമേ സിനിമയെ മോഹിച്ചു കാണും. സിനിമയിൽ നിന്ന് കിട്ടുന്ന പണത്തെ മോഹിച്ചു വരും. സിനിമയിൽ നിന്ന് ആളെ വലിയ പ്രശസ്തനായി പൈസ കിട്ടി ഒരുപാട് ആർഭാടത്തോടെയുള്ള ജീവിതം, മറ്റേത് അങ്ങനെയൊക്കെയുള്ള സുഖലോലുപനായിട്ട് ജീവിക്കാനായിട്ട് സിനിമയിലോട്ട് വരും. കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് സിനിമ ഇഷ്ടപ്പെട്ട് തന്നെ വരണം. സിനിമ ഇഷ്ടപ്പെട്ട് വന്നെങ്കിൽ മാത്രമേ സിനിമയിൽ എന്തെങ്കിലും ആകത്തുള്ളൂ. സിനിമയിൽ എന്തെങ്കിലും ആകുമ്പോൾ നമ്മളെ തേടിയല്ലേ എത്തിക്കോളൂ, പ്രശസ്തിയും പണവും ഒക്കെ. പലരും ഇപ്പോൾ പെട്ടെന്ന് പൈസ കിട്ടാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ഇതിനെ കാണുന്നത്. പെട്ടെന്ന് പ്രശസ്തയാകും, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും മേഖലയായിട്ട് കണ്ടുവരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരാരും ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ വേറെ പലതും മോഹിച്ചു വരുന്ന ആൾക്കാരൊന്നും സിനിമയിലൊന്നും രക്ഷപ്പെട്ട ചരിത്രങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊക്കെ സിനിമയെ മാത്രം ലക്ഷ്യമാക്കി വന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴൊക്കെ നമുക്കൊക്കെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് എനിക്ക് ഇത്രയും 6 സിനിമ ചെയ്യാൻ പറ്റി. മമ്മൂട്ടി സാറിനെ എല്ലാം, പൃഥ്വിരാജിനെയും ചാക്കോച്ചനെയും ഒക്കെ പറ്റിയ വലിയ താരങ്ങളെ വെച്ചൊക്കെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളതും ഇതൊക്കെ ഈ കഷ്ടപ്പാട് കൊണ്ടൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ഗുണം ഞാൻ പറഞ്ഞില്ലേ, അവർക്കൊരു ബേസിക്കായിട്ടൊരു അച്ചടക്കം അത് കിട്ടുന്നുണ്ട്. അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്, തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ പല കോഴ്സിലും പോകുന്ന പോലെ അവർക്ക് ഗുണമുണ്ടാകും. ഇത് ഇങ്ങോട്ട് പോയാൽ ഇത് നല്ലൊരു മേഖലയല്ല, ഇത് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖല തന്നെയാണ് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ. ഇപ്പം ഞാനിപ്പോൾ പറയാൻ കാരണം ഇവരുടെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടും ഒരുപാട് വർക്ക് ചെയ്ത് വന്നതുകൊണ്ട് പല ഡയറക്ടേഴ്സും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, എടാ നല്ല അസിസ്റ്റൻസ് വല്ലതും ഉണ്ടോ? കാരണം ഇനിയിപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഇവരെ പറഞ്ഞു വിടാം, ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നവരെ പറഞ്ഞു വിടാം. ധൈര്യമായിട്ട് പറഞ്ഞു, ഇവർ വന്ന് ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇവിടുന്ന് പഠിച്ചിറക്കുന്ന പിള്ളേർ ഇതേ കാറ്റഗറി ഇതേ രീതിയിലാണ് സ്റ്റാൻഡേർഡിൽ വരുന്ന അറിയുന്നതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് പറഞ്ഞു വിടാൻ പറ്റും. കാരണം ഒരുപാട് ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട് പടങ്ങൾ തുടങ്ങുന്ന സമയത്തൊക്കെ, മാത്രമല്ല നല്ല അസിസ്റ്റൻസിനെ വല്ലതും ഉണ്ടൊക്കെ തരണേ. കാരണം നമ്മളോടൊക്കെ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ അത്യാവശ്യം പണി അറിയാവുന്നവർ ഇവർക്ക് അറിയാം, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ സജസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പലരെയും വിടാറുണ്ട്. ചിലപ്പോൾ ഞാൻ വിട്ടു കൊടുക്കാറില്ല, അറിയത്തില്ലല്ലോ. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പിള്ളേരെയൊക്കെ എനിക്ക് ധൈര്യമായിട്ട് വിടാൻ പറ്റും. അങ്ങനെയൊക്കെ ഇവരെയൊക്കെ ഉറപ്പായിട്ട് ഞാൻ വിടും. കാരണം ഇവരൊക്കെ അത്രത്തോളം കാലിബർ അവിടെ സെറ്റ് തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ്. ഇത് മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ കോഴ്സുകളിൽ പിള്ളേരെ വിടാൻ അവർ ചെയ്യണം. കാരണം അവർക്ക് ബേസിക്കായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് ഇനിയുള്ള കാലത്ത് ഇത്തരം സിനിമകൾ ഇനിയും കൂടുതൽ പുതിയ രീതിയിലൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ഗുണകരമായിട്ട് മാറുന്ന രീതിയിലാണ്. നമ്മളിത് സാമ്പത്തികമായിട്ട് ഏൺ ചെയ്ത് ലാഭം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ മാത്രം തുടങ്ങിയൊരു പ്രസ്ഥാനമല്ല. നമുക്കൊരു ലാഭമൊന്നുമില്ല. ഇപ്പോൾ ഈ എലമെൻസ് ഓഫ് സിനിമ കൊണ്ട് ഒരു ലാഭമില്ല. സൗഹൃദത്തിൻ്റെ പേര് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകും. നല്ല കുട്ടികൾ പഠിച്ചിറങ്ങി അവർ നാളെ സിനിമ ചെയ്ത് കാണുമ്പോൾ നമുക്ക് പറയാമല്ലോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോയ പിള്ളേരാണ്. ആ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ബേസ് ചെയ്തിട്ടാണ് ശ്രീരാജ് ഇപ്പോൾ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ തന്നെ. അതൊക്കെ അവൻ്റെ ആഗ്രഹമാണ്. അതൊക്കെ പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഞാനൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഏതാണ്ട് 4-5 പടം കഴിഞ്ഞപ്പോഴാണ് 1000 രൂപയെങ്കിലും കിട്ടിയത്. അതിനുമ്പോൾ ശമ്പളമൊന്നും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെയല്ല, ഈ പഠിച്ചിറങ്ങിയ പിള്ളേർ അമ്മമാർക്ക് അത്യാവശ്യം ചെറിയ രീതിയിലൊരു സാലറി ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഞങ്ങൾ കാരണം കഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും ഗുണമുണ്ട്. ജീവിക്കാനുള്ള ചെറിയ സാലറിയും കൂടെ അവിടെ നിന്ന് കിട്ടുകയാണ്. ഇതൊക്കെ ആദ്യത്തെ പടം തന്നെ കിട്ടിയെന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നത്. ആസ് എ അസിസ്റ്റന്റ് ഡയറക്ടർ നിങ്ങളുടെ ആദ്യത്തെ പടമാണ്. അപ്പം ഫസ്റ്റ് ഡേ ഓഫ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ലൈക്ക് പേടി ഉണ്ടായിരുന്നോ? എങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്? നമുക്ക് ഒബ്വിയസ്ലി ഫസ്റ്റ് പടം ആയതുകൊണ്ട് തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫസ്റ്റ് തന്നെ വരുന്നത്. അപ്പം അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വളരെ കംഫർട്ടിംഗ് ആയിട്ട് തന്നെ നമുക്ക് സെറ്റിൽ വർക്ക് ചെയ്ത് പോകാൻ പറ്റി. എല്ലാവരുടെയും കൊളാബറേറ്റീവ് സ്പേസ് ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റീവ് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് മാത്രമല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു 3 ലൊക്കേഷൻ വിസിറ്റും ഇതിനു മുന്നേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ശരിക്കും ഒരു സെറ്റിൽ എങ്ങനെ പരിചയം, ആ ഒരു സെറ്റിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പരിചയം നമുക്ക് നേരത്തെ തന്നെ കിട്ടിയത് കൊണ്ട്
ആ ഒരു എക്സ്പീരിയൻസ് ഇതിന് ശരിക്കും ഗുണമായിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഒരു പേടിയോ ടെൻഷനോ ഉണ്ടാവാതിരിക്കാനോ അല്ലെങ്കിൽ അത് കുറയ്ക്കാനോ അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പം ശരിക്കും എലമെന്റ്സ് ഓഫ് സിനിമ നമുക്ക് ആദ്യമേ അങ്ങനെ ഒരു ട്രെയിനിങ് തരുന്നതുകൊണ്ട് തന്നെ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് പടത്തിന് മുന്നേ തന്നെ തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ഫസ്റ്റ് പടത്തിൽ നമ്മുടെ ഫുൾ ഇൻപുട്ട് കൊടുത്ത് തന്നെ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റും, അലർട്ടായിട്ട് നിൽക്കാനും പറ്റും, പല കാര്യങ്ങൾ പഠിക്കാനും അൺലേൺ ആൻഡ് ലേൺ എല്ലാ പരിപാടിയും ചെയ്യാനൊക്കെ സുഖമായിട്ട് നമുക്ക് കംഫർട്ടബിളി ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. എനിക്ക് അടുത്തതായി നിങ്ങളുടെ 3 പേരെടുത്തും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എലമെന്റ്സ് ഓഫ് സിനിമയിലെ അലുമിനീസ് ഇപ്പം പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മൂവിയിലേക്ക് ചാൻസ് കിട്ടുന്നു, ഒരു മൂവിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു. എന്താണ് നിങ്ങൾക്ക് അതിനുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും നിങ്ങളുടെ? അതുപോലെ തന്നെ നിങ്ങളിപ്പം പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ലൈക്ക് മൂവി പഠിക്കണം അല്ലെങ്കിൽ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒത്തിരി പേരുണ്ടാവും, യങ്സ്റ്റേഴ്സും. അതുപോലെ തന്നെ നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ലാത്തൊരു കാറ്റഗറിയാണിത്. അപ്പൊ ഒത്തിരി പേരുണ്ട്. അവരുടെ അടുത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്തായിരിക്കും നിങ്ങൾക്ക്? പണ്ടൊക്കെ സിനിമ കാണുമ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇതുപോലെ അന്ന് സിനിമ കണ്ടപ്പോൾ കണ്ടിരുന്നവരൊക്കെ ഇപ്പം നേരിട്ട് കാണാൻ പറ്റി. അവരുമായിട്ടൊക്കെ അന്ന് സിനിമയെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചവരായിരുന്നു അവരൊക്കെ. ഇപ്പം അവരുമായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. ഈ സിനിമയെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അവരിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി. ഇതൊക്കെ എലമെന്റ്സ് ഓഫ് സിനിമ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിരുന്നു. പിന്നീട് ഈ ടെക്നീഷ്യൻസ്, ഈ ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ്, ഡയറക്ടേഴ്സ്, ഇവരൊക്കെ ആയിട്ട് നേരിട്ടുള്ള ഇൻട്രാക്ഷൻ ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തു. ഇവരെ ഓരോ എക്സ്പീരിയൻസുകൾ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഇതൊക്കെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിൽ വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യമായിരുന്നു അതൊക്കെ. ഇതുകൊണ്ട് ഞങ്ങൾ ചിലപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കുറേ ഘടകങ്ങൾ ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. എലമെന്റ്സ് ഓഫ് സിനിമയിൽ വരുന്ന സമയത്ത് ആദ്യത്തെ ഒരു സിനിമാ പ്രാന്തിന്റെ പേരിൽ ചാടിക്കയറി കഴിഞ്ഞ് ആദ്യം കാണുന്ന ഏറ്റവും ഫീസോറുള്ളൊരു എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറി. അതിനുശേഷമാണ് പിന്നെ എലമെന്റ്സ് ഓഫ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു പരിപാടി നമുക്ക് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡ് ആയത്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒരു അഷുറൻസ് എന്നായിരുന്നു, നിങ്ങൾ കോഴ്സ് കഴിയുമ്പോൾ ഈവൺ ഇഫ് യു ആർ സ്കിൽഡ് ഓർ നോട്ട് നിങ്ങൾ പ്ലേസ്ഡ് ആവും. ബട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് അത്ര ബോധേഡായിരുന്നില്ല. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സിനിമയെ കുറിച്ച് പഠിക്കുക, സിനിമ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് മൊത്തം കോഴ്സും പോയത്. കോഴ്സ് കഴിഞ്ഞ പാടെ തന്നെ വൺ ഡേ അവർ വിളിച്ച് പറയാൻ നിങ്ങൾക്ക് ഒരു പടത്തിലൊരു പരിപാടി ഉണ്ട്. സോ അവർക്ക് അവർ വേർഡ് കീപ്പ് ചെയ്തായിരുന്നു, ലൈക്ക് ഒരു പ്ലേസ്മെന്റ് ഗ്യാരണ്ടി എന്നുള്ളൊരു പരിപാടി. അത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞങ്ങള് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമ കാണുക, തിയേറ്ററിൽ പോവുക, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള സിനിമാ ചർച്ചകൾ, ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ ആയിട്ടുള്ള നമ്മുടെ സിനിമയായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ നമുക്ക് ഇതൊരു പ്രൊഫഷൻ ആക്കണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് നമ്മൾ അന്വേഷിച്ചിരുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഭയങ്കര ഫീസൊക്കെ വളരെ കൂടുതലും നമുക്ക് അഫോർഡബിൾ അല്ലാത്ത ഫീസുകളായിരുന്നു പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് അത്രയും സാമ്പത്തികമായിട്ട് നമുക്കും നമ്മളെ പോലെ തന്നെ ആഗ്രഹിക്കുന്ന പലർക്കും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെ ഞാൻ വന്നു ചേർന്നത് എലമെന്റ്സ് ഓഫ് സിനിമയിലാണ്. അവിടെ കമ്പാരിറ്റീവ്ലി എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. എനിക്കെന്ന് മാത്രമല്ല, ഇതുപോലെ സിനിമ ആഗ്രഹിച്ചു വരുന്ന ഓരോ യങ് ആയിട്ടുള്ള ആസ്പിറൻസിനും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറാണ് എലമെന്റ്സ് സിനിമയിലുള്ളത്. അപ്പം പല സാമ്പത്തിക ശേഷിയുള്ളവർക്കും അഫോർഡബിൾ ആയിട്ട് സിനിമ പഠിക്കാനൊരു അവസരം എലമെന്റ്സ് സിനിമ ഒരുക്കുന്നുണ്ട്. അപ്പം അതിന് ഒരുപാട് എലമെന്റ്സ് സിനിമയോടും അവരുടെ മാനേജ്മെന്റിനോടും താങ്ക്സ് ഉണ്ട്. സോ അതാണ് എനിക്ക് യങ് ആസ്പിറൻസിനോട് പറയാനുള്ളത്.